പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി സ്വീകരിക്കണമേ. ആമേൻ. നാം എബ്രായ ലേഖനത്തിൻ്റെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ചാപ്റ്റർ 13. പ്രൈസ് ഗോഡ്. 13th ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു സമ്മറി ഓഫ് ഔട്ട്ലൈൻസ് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. പാരമ്പര്യമായി 2nd century വരെ എബ്രായ ലേഖനം പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമായിട്ട് അല്ലെങ്കിൽ ഒരു എഴുത്തായിട്ട് അറിയപ്പെട്ടിരുന്നു. എങ്കിലും പിന്നീട് ഈ ലേഖനത്തിൻ്റെ ഓതർ ബൈബിൾ സ്കോളേഴ്സിന് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തീർന്നിരിക്കുകയാണ്. 1st century ഹീബ്രു ബിലീവേഴ്സിന് കൊടുക്കുന്ന ഡോക്ട്രിൻസ്, ടീച്ചിങ്സ് ആൻഡ് എൻകറേജ്മെൻറ്റ്സ് തിങ്ങി നിൽക്കുന്ന ഒരു ലേഖനത്തിൽ 5 എക്സോർട്ടേഷൻസ് അഥവാ വാണിങ്സ് നമുക്ക് കാണാം. ഒന്നാമത്, ദ ഡേഞ്ചർ ഓഫ് നിഗ്ലക്റ്റ്, അവഗണന, ഉപേക്ഷ. ഇത് നമുക്ക് ഹീബ്രൂസ് 2:1-4 വായിക്കാം. രണ്ടാമത്തെ വാണിംഗ്, ദ ഡേഞ്ചേഴ്സ് ഓഫ് അൺബിലീഫ്, അവിശ്വാസം. ഇത് നമുക്ക് ഹീബ്രൂസ് 3:7 മുതൽ ഹീബ്രൂസ് 4:13 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. മൂന്നാമത്, ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റി, ആത്മീയതയുടെ അപക്വത. ഇത് നമുക്ക് ചാപ്റ്റർ 5:11 to chapter 6:20 വരെ വായിക്കാം. ദ ഡേഞ്ചർ ഓഫ് ഫെയിലിംഗ് ടു എൻഡ്യൂർ, ഉറച്ചു നിൽക്കുക. ഇത് നമുക്ക് ചാപ്റ്റർ 10:26-39 വായിക്കാം. ദ ലാസ്റ്റ് വാണിംഗ്, ദ ഇൻഹെറൻറ്റ് ഡേഞ്ചർ ഓഫ് റെഫ്യൂസിങ് ഗാഡ്, ദൈവത്തെ നിരസിക്കുക, വിട്ടുമാറി നിൽക്കുക. ഇത് ഹീബ്രൂസ് 12:25-24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. വളരെ പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസവും പ്രത്യാശയും കാത്ത പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് ചാപ്റ്റർ 11 കാണാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന യേശുവിനെ നാം ചാപ്റ്റർ 12:2 കാണുന്നു. വിശ്വാസികളുടെ അന്യോന്യമുള്ള പ്രബോധനവും കൂട്ടായ്മയും ആചരിക്കേണ്ട കൽപ്പന നാം ഹീബ്രൂസ് 3:12-13 കാണുന്നു. നാം എബ്രായർക്ക് എഴുതിയ ലേഖനം ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. 13th chapter verses 1, 2 and 3 നമുക്ക് വായിക്കാം. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും. ഹീബ്രൂസ് 11 അധ്യായം വിശ്വാസവും 12 അധ്യായം പ്രത്യാശയും ഈ 13 അധ്യായം ഒരു വിശ്വാസിയുടെ പ്രായോഗിക വശങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ഗലാത്യർ 3:26 ഇങ്ങനെ വായിക്കുന്നു: യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹീബ്രൂസ് 2:11 ദൈവത്തിൻ്റെ സഹോദര പദവിയിലേക്ക് നാം ചേർക്കപ്പെട്ടുവെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ സഹോദര പ്രീതി എന്ന വാക്ക് സഹോദര സ്നേഹത്തെ പ്രതികരിക്കുന്നു. നാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ വിശ്വാസികളുടെ അംഗങ്ങളാണ്. സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ മറ്റു വിശ്വാസികളെ സ്നേഹിക്കുകയും കരുതുകയും പൊറുക്കുകയും വേണ്ടത് ആവശ്യമാകുന്നു. വാക്യത്തിൽ പറയുന്ന ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ എന്ന വാക്യം സൂചിപ്പിക്കുന്നത് ഉൽപ്പത്തി 18 അധ്യായത്തിൽ അബ്രഹാം 3 ദൂതന്മാരെ സൽക്കരിക്കുന്നതിൻ്റെ റെഫറൻസാണ്. ഇത് നമുക്ക് ജെനസിസ് 18:2 വായിക്കാം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ
3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം ഓടിച്ചെന്ന് അവരെ സ്വീകരിച്ചു, ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചു. സ്വർഗത്തിലെ അനുഗ്രഹം അവർ അബ്രഹാമിനും സാറായിക്കും കൊടുക്കുന്നു. അവർ യഹോവയുടെ ദൂതന്മാർ ആയിരുന്നു. 70 AD കാലയളവിൽ ആളുകളെ പൊളിറ്റിക്കൽ പ്രിസണേഴ്സായും മതപീഡനത്തിൻ്റെ പേരിൽ പ്രിസണേഴ്സായും അടയ്ക്കുന്നത് വളരെ സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാത്യു 25:36 ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്യുന്നത്: നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു; തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഈ എഴുത്തുകാരൻ തടവിലായിരുന്ന സമയങ്ങളിൽ തടവിൻ്റെ കഷ്ടതകൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. ഇവിടെ കൂട്ടുസഹോദരങ്ങളെ സ്നേഹിക്കുവാനും അതിഥികളെ സൽക്കരിക്കുവാനും തടവുകാരെ ഓർത്തുകൊള്ളുവാനും സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്ക് 4-ാം വാക്യം വായിക്കാം. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഇന്ന് സമൂഹത്തിൽ നാം കാണുന്ന ധാർമ്മികമായ തകർച്ചയുടെ റൂട്ട് കോസ് കുടുംബങ്ങളുടെ തകർച്ചയാണ്. സെക്ഷുവൽ സിൻസ് ഒരു വേ ഓഫ് ലൈഫായി ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. ഈ സൊസൈറ്റിയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ നാം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്: മാരേജ് ഈസ് ഓണറബിൾ. നമ്പർ 2, മാരേജ് ഈസ് അൺഡിഫൈൽഡ്. എന്നാൽ ദുർനടപ്പുകാർക്കും വ്യഭിചാരികൾക്കും ദൈവത്തിൻ്റെ ശിക്ഷയും വിധിയും ഉണ്ടാകുമെന്ന് ഈ വാക്യം വിളിച്ചു പറയുന്നു. നമുക്ക് 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ നടപ്പ് ദൈവാഗ്രഹമില്ലാത്തതായി ഇരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. 5-ാം വാക്യത്തിൽ ദൈവാഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ലൂക്ക് 12:13-21 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന ഭാഗമാണ്. 15-ാം വാക്യത്തിൽ പുരുഷാരത്തോട് യേശുക്രിസ്തു ഇങ്ങനെ പ്രസ്താവിച്ചു: സകല ദൈവാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുകയും, ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമാക്കിയിരിക്കുന്നത്. തൻ്റെ കളപ്പുരയിൽ ഏറിയ ആണ്ടുകൾക്ക് മതിയായ വസ്തുവകകൾ സ്വരൂപിച്ചു വെച്ച ധനവാനെ യേശുക്രിസ്തു വിളിക്കുന്നത് മൂഢ എന്നാണ്. ഇത് നാം ഈ അധ്യായത്തിൽ കാണുന്നു. 1 തിമോത്തി 6:10 നാം ഇങ്ങനെ വായിക്കുന്നു: ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ല. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴിഞ്ഞ് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നിരിക്കുന്നു. 13:7 അവരുടെ ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാനും നാം ആശ്രയിക്കുന്ന ഈ ദൈവം നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ ദൈവം നമുക്ക് തുണയായിരിക്കുമ്പോൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഭയപ്പെടാതെ ദൈവത്തിൽ ധൈര്യമായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇവിടെ 7-ാം വാക്യത്തിൽ ലേഖകൻ ഉൾപ്പെടുത്തുന്നത് ഈ ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ വിശ്വാസം പ്രാപിച്ച് ഉപദേശം കാത്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ച പുതിയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചാണ്. അവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അവരുടെ വിശ്വാസം കാത്ത് ക്രിസ്തീയ സഭയ്ക്ക് മാതൃകയായി തീർന്നവരാണ്.
ഇങ്ങനെയുള്ളവരെ അനുകരിപ്പീൻ എന്നാണ് ഈ വാക്യത്തിൻ്റെ പ്രബോധനം. അവരെല്ലാം കടന്നുപോയി, എന്നാൽ ഇതാ ജീവിക്കുന്ന അനന്യനായ ക്രിസ്തു ഇന്നും എന്നേക്കും സ്വർഗത്തിൽ മാറ്റമില്ലാത്തവനായി ജീവിച്ചിരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രചോദനം. ജീസസ് ക്രൈസ്റ്റ് is the same yesterday, today and forever. Revelation 22:13 says, I am Alpha and Omega, the beginning and the end, the first and the last. നമുക്ക് കഷ്ടതകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആശ്വാസവും പ്രത്യാശയും സന്തോഷവും സമാധാനവും തരുവാൻ ഈ വാക്യം നമ്മളെ എപ്പോഴും സഹായിക്കുന്നു. 13:9 നാം വായിക്കുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ലോ, കൃപയാൽ തന്നെ ദൈവം ഉറപ്പിക്കുന്നത് നല്ലത്. ആഹാര ക്രമീകരണങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ദൈവവചനത്തിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും ആത്മീയ വളർച്ചയും ലഭിക്കുകയുള്ളൂ. ആത്മീയ വിവേചനം അഥവാ ആത്മീയ സത്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൻ്റെ ആളത്വത്തിലേക്ക് നമ്മെ നയിക്കുകയും അതിൽ നിന്നും നാം ആത്മീയ വളർച്ച പ്രാപിപ്പാൻ ഇടയാക്കുകയും ചെയ്യുന്നു. 13:10 നാം ഇങ്ങനെ വായിക്കുന്നു, കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്ക് ഉണ്ട്. 13:11 മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ഇവിടെ 10-ാം വാക്യത്തിൽ പറയുന്ന യാഗപീഠം അഥവാ ആൾട്ടർ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പും രക്ഷയും കൃപയും സാധിപ്പിച്ച ഉയരത്തിലുള്ള കൃപാസനമാണ്. വീണ്ടും ലേഖകൻ നമ്മെ പഴയ നിയമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. ലെവിറ്റിക്കസ് 16:25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് വായിക്കാം. പാപയാഗത്തിൻ്റെ മേധസ് യാഗപീഠത്തിൽ ദഹിപ്പിച്ച ശേഷം മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്നു. അശുദ്ധമായത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ചുട്ടുകളയുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നിന്ന സഹിച്ച് കഷ്ടം സഹിച്ച് പാപയാഗം ആയത് നഗരവാതിലിന് പുറത്തു വച്ചായിരുന്നു. ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി തൻ്റെ പരമയാഗത്താൽ നിറവേറ്റി. നമ്മുടെ പാരമ്പര്യമോ ദേവാലയങ്ങളോ ആചാരങ്ങളോ എല്ലാം താൽക്കാലികവും നിലനിൽക്കാത്തതുമാണ്. ഇതൊന്നും സ്വർഗീയ യെരുശലേമിലേക്കുള്ള യാത്രയിൽ നമുക്ക് കൂട്ടായിരിക്കില്ല. Let us then go to him outside the camp, bearing the disgrace he bore. 14 For here we do not have an enduring city, but we are looking for the city that is to come. We are almost to the end of the 13th chapter of Hebrews. There is only a few verses left. Let us take this opportunity to accept Jesus as our Lord and personal Savior. And for those of us who have done this before, this will be a rededication and a confirmation for our faith. For those of us who are doing this the first time, this is your spiritual birthright, and celebrate your eternal faith and salvation. Repeat after me. Dear Lord Jesus, I know that I am a sinner, and I ask for your forgiveness. I believe you died for my sins and rose from the dead. I turn from my sins and invite you to come into my heart and life. I want to trust and follow you
as my Lord and Savior. In Jesus' precious name we pray. Amen. Praise God. നമുക്ക് ഇനിയും ഹീബ്രൂസ് 13:15-25 വരെയുള്ള വാക്യങ്ങൾ പഠിക്കാം. 13-ാമത്തെ അധ്യായം 15-ാം വാക്യം ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഈ എബ്രായ ലേഖനത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ, ലാസ്റ്റ് ഫ്യൂ വേഴ്സസിലേക്ക് നാം കടക്കുകയാണ്. പ്രൈസ് ഗോഡ്. യാഗങ്ങൾ അർപ്പിക്കുന്നത് ഒരു പുരോഹിതൻ്റെ കടമയാണ്. 1 Peter 2:9 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് ഏറ്റവും അത്യാവശ്യമായ 2 ഘടനകളാണ് സാക്ഷീകരണവും സ്തോത്രയാഗവും. സ്തോത്രം എന്ന യാഗം ഇടവിടാതെ അർപ്പിച്ച് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എഫേഷ്യൻസ് 5:20 ഇത് തന്നെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. വീണ്ടും 1 Thessalonians 5:16-18 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് യേശുക്രിസ്തുവിൽ ദൈവേഷ്ടം. 15-16 വായിക്കുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വകയാകത്താലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. മാത്യു 5:16 കർത്താവ് നമ്മോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവം പ്രസാദിക്കുന്ന 3 യാഗങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വളരെ ലളിതമായി പറഞ്ഞു മനസ്സിലാക്കുന്നു. 1, സ്തോത്രമെന്ന യാഗം ഇടവിടാതെ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2, നന്മ ചെയ്യുക. 3, കൂട്ടായ്മ കാണിക്കുക. റോമൻസ് 12:13 അപ്പോസ്തലനായ പൗലോസ് റോമയിലെ സഭയ്ക്കും ഇതേ ദൂതാണ് നൽകിയത് എന്ന് നമുക്ക് വായിക്കാം. റോമൻസ് 12:13 കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. 13-17 ഞാൻ വായിക്കുന്നു: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുകയും. അല്ല, ഞാൻ നിങ്ങൾക്ക് നന്നല്ല. എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് ഏറ്റവും പ്രധാനമായി 2 ഉപദേശങ്ങളാണ് തന്നത്. 1 എൻ്റെ വിവാഹ സമയത്ത് ആയിരുന്നു: മോളെ, നിന്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കരുത്. എൻ്റെ ഹസ്ബൻഡ് കുഞ്ചായൻ്റെ അടക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബമായി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഇത് ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളോടും മരുമക്കളോടും പറയുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നു. I knew my Lord is with me when I walk through the valley of total darkness. Praise the Lord. എൻ്റെ മാതാവ് എന്നോട് പ്രബോധിപ്പിച്ച 2ാമത്തെ ഉപദേശം കട്ടക്കാരെയും സുവിശേഷകരെയും ബഹുമാനിക്കുക. അവർ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. പഴയ നിയമത്തിൽ നമുക്ക് ശമൂവേൽ 26:9 ഇത് വായിക്കാം: തന്നെ നശിപ്പിക്കുവാനായി ഒരുങ്ങി നടക്കുന്ന ശൗലിനെ ഇല്ലാതാക്കുവാൻ
ദാവീദിന് കിട്ടിയ വലിയ ഒരു അവസരമായിരുന്നു നാം ഈ വാക്യത്തിൽ വായിക്കുന്നത്. ദാവീദ് അവിടെയുണ്ട് എന്നറിയാതെയാണ് ശൗല് ഡെഡ് സീയുടെ അടുത്തുള്ള എൻഗഡി എന്ന ഗുഹയിൽ പ്രവേശിച്ച് രാത്രി അവിടെ വിശ്രമിച്ചത്. എന്നാൽ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നാം വായിക്കുന്നു. May the Lord forbid that I should do harm to the man whom the Lord has anointed as king. ഇന്ന് ഏത് സഭയിൽ നോക്കിയാലും ആരും കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല. അതുമൂലം സഭകളിൽ സമാധാനമില്ല. എന്നാൽ ഇവിടെ അപ്പസ്തോലൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിക്കുക, ബഹുമാനിക്കുക. അവർ ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരായാൽ അവർക്ക് അത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ചെയ്യുവാൻ സഭാ അംഗങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവിടെയുള്ള ഉപദേശം. ദൈവമാണ് മനസ്സറിയുന്നത്. റോമൻസ് 2:1 നാം മനസ്സിലാക്കുന്നത് അന്യനെ വിധിക്കുന്നവൻ തന്നെത്താനെ കുറ്റം വിധിക്കുന്നു എന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് നമ്മളെ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു: ജഡ്ജ് നോട്ട് ദാറ്റ് ye be not judged. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. ഇത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. മറ്റുള്ളവരെ വിധിക്കാൻ, അവരുടെ കുറ്റങ്ങൾ, അവരുടെ ബലഹീനതകൾ കണ്ടുപിടിപ്പാൻ നമുക്ക് മാനുഷികമായിട്ട് ഒരു ടെൻഡൻസി ഉണ്ട്. അതിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കുവാൻ, ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 13-18 വായിക്കുന്നു: ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. 13-19 എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു. 13-20 നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം. 21 നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. 22 സഹോദരന്മാരെ, ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവീൻ എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത്. 23 സഹോദരനായ തീമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവീൻ. അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ കണ്ടുകൊള്ളാം. 24 നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ. ഇതല്യക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ആണ് ഇവിടെ നാം കാണുന്നത്. ഒരു മനോഹരമായ ഒരു ആശീർവാദത്തോടെ ഈ ലേഖനം അല്ലെങ്കിൽ ഈ ലെറ്റർ നിർത്തുന്നു. ഈ ലേഖനം എഴുതിയത് ഇതല്യ അഥവാ ഇറ്റലിയിൽ വെച്ചാണ്. തീമോഥെയോസിൻ്റെ കൂടെ തടവിലായിരുന്ന ലേഖകൻ തീമോഥെയോസിൻ്റെ തടവിൽ നിന്ന് മോചിതനായി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ താനും എത്രയും വേഗം എബ്രായ സഭകളെ കാണുവാൻ ഉള്ള ആഗ്രഹം ഇവിടെ ലേഖകൻ പ്രകടിപ്പിക്കുന്നു. ഈ ലേഖനം വായിക്കുന്നവർക്ക് എഴുത്തുകാരനെ നല്ലപോലെ അറിയാമെന്നുള്ളത് വളരെ വ്യക്തമാണ്. എഴുതിയ പല വിഷയങ്ങളിലും വളരെ കർക്കശമായിട്ടാണ് എഴുതിയത്. അതെന്നോട് ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തനിക്കും കൂടെയുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. ഇതുകൊണ്ടൊക്കെയും പൗലോസ് അപ്പോസ്തലനാണ് ഇത് എഴുതിയതെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. ഈ ഹീബ്രൂസ് ബൈബിൾ സ്റ്റഡി യൂട്യൂബ് വീഡിയോ ആയി ഇടുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി ഞാൻ കർത്താവിന് 1000 സ്തോത്രം ചെയ്യുന്നു. ഈ ഹീബ്രൂസ് ബൈബിൾ സ്റ്റഡിയിൽ എൻ്റെ കൂടെ പഠിക്കാൻ ഉത്സാഹം കാണിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുള്ള നന്ദിയും
സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ലേഖനം ഒരു പ്രാവശ്യം വായിച്ചാലോ പഠിച്ചാലോ ഉൾക്കൊള്ളുവാൻ പ്രയാസമായ ഒരു ലേഖനമാണ് എന്ന് ഇത് പഠിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ മനസ്സിലായി. ഈ ലേഖനത്തിൽ നിന്നും നാം പഠിച്ച സത്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും ഇത് കൂടെ വായിച്ച് ക്രിസ്തുവിൽ വളരുവാനും അതിൽ കൂടി നാം നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഒരനുഗ്രഹമായി തീരുവാനും എല്ലാറ്റിനുമുപരി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നതിനും ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എബ്രായർക്ക് ഉള്ള ലേഖനം ഹീബ്രൂസ് ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.